മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഗോപാലനാണ് ബില്ലൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും കാണുന്നില്ല. പിന്നീട് ബില്ലിൻ്റെ ഇതൊക്കെ ആയിട്ട് വരുന്നു. ആ സമയത്താണ് നമ്മുടെ കൃഷ്ണയുടെ കയ്യിൽ കല്യാണക്കുറി ഇരിക്കുന്നത്. അപ്പോൾ അവരത് നോക്കിയിട്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ കൃഷ്ണ പറയുന്നു, വേണ്ട വേണ്ട, അത് ഇങ്ങ് തന്നേക്ക്, നാളെ എൻ്റെ അവസാനമാണ്, അതുകൊണ്ട് ഇതൊന്നും അധികം നോക്കണ്ട എന്ന് പറയുകയാണ്. ഞാൻ പോയി ബില്ലൊക്കെ ക്ലിയർ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഇതേ സമയത്ത് നിർമ്മലയാണെങ്കിൽ കീർത്തിയും അവരൊക്കെ ആയിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഉദയനോട് പറയുന്നു, ഞാൻ കണ്ടത് സത്യം തന്നെയല്ലേ എന്നുള്ള കാര്യം പറയുന്നു. അപ്പം നമ്മുടെ കീർത്തി പറയും, നിങ്ങൾക്ക് രണ്ടുപേർക്കും വട്ടാണ്, നിങ്ങൾ എന്നെ മോഹിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലെത്തി, അവളുടെ കല്യാണം നടന്ന് അവൾ മരിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുകയാണ്. അപ്പം നിർമ്മല പറയും, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എന്തായാലും ഞാനെല്ലാം ശരിയാക്കാം എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ നവീനാണെങ്കിൽ ഈ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഭയങ്കര സ്വപ്നലോകത്തിലാണ് ജീവിക്കുന്നത്. കാരണം അതിനിടയിൽ കുറേ പാട്ടും സീനുകളും പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുകയാണ്. ഇതേ സമയം സിദ്ധാരയുടെ വീട്ടിലാണെങ്കിൽ ഗാഥ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് വലിയൊരു സ്വപ്നം കാണുകയാണ്. നമ്മുടെ നവീൻ ഇങ്ങനെ ഗാഥയുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബാക്കിൽ കൃഷ്ണ വരും. അപ്പോൾ ആ സമയത്ത് നവീൻ ഗാഥയെ തട്ടി മാറ്റിയിട്ട് കൃഷ്ണയുടെ കൂടെ പോകുന്നത്. അങ്ങനെ സ്വപ്നം കണ്ട് ചാടി എഴുന്നേക്കും. അപ്പോൾ സിദ്ധാര ഓടി വരും, എന്താ മോളെ എന്ന് ചോദിക്കുക. അപ്പോൾ പറയും, ഇങ്ങനെ സ്വപ്നം കണ്ടെന്ന് പറയും. മോൾ നല്ലതോർത്ത് കിടക്കുക, എന്തായാലും അവളുടെ ജീവൻ എന്ന് പറയുന്നത് കല്യാണ സമയം വരെ അല്ലേ ഉള്ളൂ, ആ ശാപം അവളുടെ മേലെ ഏൽക്കും, നീ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട എന്ന് വീണ്ടും സിദ്ധാര പറയുകയാണ്. അങ്ങനെ അടുത്തിരുത്തി അവളെ ഉറക്കുകയാണ്. പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ നമ്മുടെ തിരുമേനിയെ കാണാൻ പോകുന്നു. അങ്ങനെ തിരുമേനി പറയുന്നു, വളരെ സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതേന്ന് പറയുന്നു, നാളെ കല്യാണമാണല്ലേ എന്ന് പറയുന്നു. അതേന്ന് പറയുന്നു. അപ്പം ഒരു കാര്യം ചെയ്യണം, കല്യാണം കഴിഞ്ഞ് അവരുടെ ആദ്യരാത്രി കഴിയുന്നിടം വരെ പൂജ നടത്തണം എന്ന് പറയുകയാണ്. അപ്പം മുത്തശ്ശി പറയും, ഉറപ്പായിട്ടും ചെയ്യാം എന്ന് പറയുകയാണ്. അപ്പോൾ അത് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ നിർമ്മലയാണെങ്കിൽ വീണ്ടും മറ്റേ അയാളുടെ അടുത്ത്, തിരുമേനിയുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. എനിക്ക് എൻ്റെ മകളുടെ ജീവിതമാണ് വലുത്, അതുകൊണ്ട് അവൾ മരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അപ്പോൾ ആ തിരുമേനി പറയുന്നു, എൻ്റെ ഒരു ഗുരുവുണ്ട്, പുള്ളിക്കാരനെ വെച്ച് ഈ ക്രിയ ചെയ്യാം എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ ചോദിക്കുന്നു, ബലിക്കും എന്ന് പറയുകയാണ്. അങ്ങനെ നിർമ്മല പിന്നെ ഒരു വിധത്തിൽ അവിടുന്ന് പോവുകയാണ്. ഇതേ സമയത്ത് നവീൻ്റെ അമ്മയാണ് മാണിക്കുഞ്ഞ് ഇങ്ങനെ ഓരോ ഫയലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയും, മാണിക്കുഞ്ഞ് ഓഫീസ് കാര്യങ്ങളൊക്കെ ഇവിടെ കല്യാണം വരാൻ പോവുകയല്ലേ. അപ്പോൾ മാണിക്കുഞ്ഞ് പറയാം, അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്, കല്യാണത്തിൻ്റെ ഗൃഹപ്രവേശം, കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിലുണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ കാണിക്കണം. അപ്പോൾ നവീൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവും. അങ്ങനെ ഇതേ സമയത്ത് നമ്മുടെ കൃഷ്ണയാണെങ്കിൽ ഹോസ്പിറ്റലിൽ അമ്മയുടെ കൂടെ അടുത്ത് കിടക്കുമ്പോൾ നേഴ്സ് വന്നിട്ട് വഴക്ക് പറയും, എന്താ ഈ കാണിക്കുന്നത്, സർജറി കഴിഞ്ഞ പേഷ്യൻ്റെ കൂടെ കിടക്കാൻ പാടില്ല എന്ന് വഴക്ക് പറയുകയാണ്. അങ്ങനെ പുറത്തിറങ്ങുക. അപ്പോൾ ഗോപാലനോടും തങ്കത്തോടും പറയും, എൻ്റെ അമ്മയെ എനിക്ക് ഇന്നലെ കാണാൻ പറ്റുള്ളൂ, നാളെ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ ആ ശാപം ഏൽക്കും, അതറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ മുകളിലിരുന്ന് എൻ്റെ അമ്മയെ കാണുക, അപ്പം നിങ്ങൾ അമ്മയുടെ അടുത്ത് അമ്മയെ ആശ്വസിപ്പിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പം ഗോപാലനും തങ്കം പറയും, ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം മോളെ കൈവിടത്തില്ല, മോൾക്ക് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ലെന്ന് പറയുകയാണ്. അപ്പം കൃഷ്ണ പറയുക, അല്ല, ആ ശാപം എൻ്റെ മേലെ ഏൽക്കുന്നു തന്നെ പറയുകയാണ്. അതുപോലെ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ കൃഷ്ണ വളരെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഗോപാലനോട് നമ്മുടെ തങ്കത്തിനോടും പറയും, ഞാനിങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറയണം, അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്തതെന്നും, അല്ല അതുകൊണ്ടാണ് അമ്മയുടെ മുന്നിൽ ഈ മോളി കള്ളം പറഞ്ഞതെന്നൊക്കെ പറയണേ, എൻ്റെ അമ്മയെ നന്നായി നോക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ തങ്കവും ഗോപാലനും ഭയങ്കര വിഷമത്തിലാവുക. അത് എന്നിട്ട് ഇവള് തൻ്റെ അമ്മയുടെ അടുത്ത് ചെന്ന് അനുഗ്രഹം വാങ്ങിക്കുകയാണ്, കാലിൽ തൊട്ട് തൊഴുത് വളരെ സങ്കടത്തോടു കൂടി യാത്രയാവുകയാണ്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.